പെരുന്നാൾ പുലരിയിൽ വരേക്കാട് ബദർ മസ്ജിദിൽ ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈദ് നമസ്കാരവും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. ലോക സമാധാനത്തിനും പിറന്ന മണ്ണിനായി പൊരുതുന്ന പലസ്തീൻ ജനതയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈദ് സുദിനം ഉപകരിക്കണമെന്ന് ഇമാമുമാർ വിശ്വാസികളെ അറിയിച്ചു. വരേക്കാട് ബദർ മസ്ജിദിൽ സബ് മഹൽ ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഈദ് നമസ്കാരവും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിച്ചത്. ലഹരി വസ്തുക്കൾ അതുപയോഗിക്കുന്ന വ്യക്തിയെ മാത്രമല്ല അയാളുടെ കുടുംബത്തെയും സമൂഹത്തെയും ദോഷകരമായി ബാധിക്കുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഒരു മാസത്തെ പുണ്യദിനങ്ങളോട് വിട പറഞ്ഞ് വിശ്വാസികൾ ഈദുൽ ഫിത്തർ ഭക്തിപൂർവ്വം ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുക്കി ആഘോഷിക്കുമ്പോൾ ഒരു റൊട്ടിക്കഷ്ണത്തിന് വേണ്ടി മണിക്കൂറുകൾ കാത്തു നിൽക്കുന്ന പാലസ്തീൻ ജനതയുടെ ദയനീയാവസ്ഥ നാം മറക്കരുത് എന്ന് വിശ്വാസികളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ചടങ്ങിൽ മസ്ജിദുൽ അമാൻ സബ് മഹൽ ചീഫ് ഇമാം അബ്ദുൾ അസീസ് മണ്ണാർക്കാട് ഈദ് സന്ദേശം കൈമാറിയത്. ഈ പരിശുദ്ധമായ പെരുന്നാൾ സന്ദേശത്തിലൂടെ ഓർമ്മപ്പെടുത്താനുള്ളത്, വിശ്വാസികളായ നമ്മളൊക്കെ ഒരു യഥാർത്ഥ അനുസരണയുള്ള യഥാർത്ഥ വിശ്വാസിയായ മുസ്ലിമായി മാറാൻ നമുക്ക് കഴിയണം. ഒരു യഥാർത്ഥ വിശ്വാസി എന്ന് പറയുമ്പോൾ വർത്തമാനകാലത്തെ സാഹചര്യങ്ങൾ നമുക്ക് ഓരോ ദിവസവും വാർത്തകളിലൂടെ വായിക്കുന്നവരാണ്, അറിയുന്നവരാണ്. നമ്മൾ എങ്ങനെ മനുഷ്യന്മാരെ തമ്മിലടിപ്പിക്കാനും മനുഷ്യർക്കിടയിൽ എങ്ങനെ വെറുപ്പുണ്ടാക്കാനും രണ്ട് ചേരിയാക്കി പരസ്പരം ആക്രമിപ്പിക്കാനും എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നാം ഉള്ളത്. യുവജനങ്ങളും രക്ഷിതാക്കളും കുട്ടികളും എക്സൈസ് ജീവനക്കാരും മഹൽ ഖത്തീബ് ഭാരവാഹികളും പങ്കെടുത്ത ചടങ്ങുകൾക്ക് സെക്രട്ടറി അഷറഫ് ടി.എ. പുത്തൻപുര, നാസർ പി.എ. പഴയപറമ്പ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അരൂർ. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.